ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ ഫംഗ്ഷനാണ് പോസ്റ്റ് ചെയ്യുന്നത്. വേറെ ആരുടെയുമല്ല, അഞ്ജിതയുടെ ഹസ്ബൻഡിനെയാണ്, രജിത് രവി. ആളുടെ ബർത്ത്ഡേ നമ്മളൊന്ന് സർപ്രൈസ് ആയിട്ട് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും ബോയും അഞ്ചും പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട്, ആൾക്കൊന്നും അറിയില്ലായിരുന്നു. അഞ്ജിതയുടെ ഹസ്ബൻഡിനും ഒന്നും അറിയത്തില്ല ഞങ്ങളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഒന്നും പറഞ്ഞു. കാരണം രാവിലെ അല്ല, ഉച്ചയ്ക്കാണ് ആൾക്ക് ഷിഫ്റ്റ് ഉള്ളത്. ഷിഫ്റ്റിന് പോയേക്കാണ്. അപ്പൊ രാത്രിയേ വരുള്ളൂ. അപ്പോൾ വരെ ഞങ്ങളൊരു വിഷയ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അഞ്ജിത ആണെങ്കിലും രാവിലെ ഒന്നും ഇല്ല. അപ്പൊ ആളും അങ്ങനെയൊന്നും വിചാരിക്കാതെയൊക്കെയാണ് വർക്കിന് പോയേക്കണം. അപ്പൊ വരുമ്പോ നല്ലൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച് ഞങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. അപ്പൊ ആള് വരുന്നുണ്ട്. ആള് വന്നു കണ്ടപ്പോ ഭയങ്കരമായിട്ടും വണ്ടടിച്ച് പോയി. പക്ഷെ ആളുടെ മുഖത്ത് അങ്ങനെ വലിയ ഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ജീവിയാണ്. കുറച്ചൊരു ബുദ്ധിജീവി ടൈപ്പാണ് ആള്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചോദിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൊന്നും ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് അഞ്ജിതനോട് പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമായി, ഇത്രയും അടിപൊളിയാക്കുമെന്ന് വിചാരിച്ചില്ല. എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതുപോലെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഇതൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യാനാണ്. മൂന്നുപേരും കൂടെ, അവര് കുഞ്ഞും അഞ്ജിതയും ഒക്കെ കൂടെ കേക്ക് കട്ട് ചെയ്യാൻ. അതിൻ്റെ ഇടയ്ക്ക് പാർട്ടി പേപ്പർ ഒരെണ്ണം പൊട്ടിയില്ല ഗൈസ്. അപ്പൊ ഞാൻ തന്നെ എടുത്ത് വാരി എറിഞ്ഞു. അവരുടെ സന്തോഷത്തിന് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ തന്നെ ഒന്നും കൂടെ എടുത്തെറിഞ്ഞു. അപ്പൊ അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്തു. പിന്നെയാണ് ഓർത്തത്, കേക്ക് കട്ട് ചെയ്തപ്പോ അയ്യോടാ ക്യാൻഡിലൊക്കെ നമ്മള് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഊതിയില്ല. അങ്ങനെ രണ്ടാമത് നമ്മള് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. വീണ്ടും അവരെ കൊണ്ട് കട്ടയിപ്പിച്ചു. വീണ്ടും ഊതിച്ചു. അങ്ങനെ വീണ്ടും കട്ടേക്ക് ചെയ്യിപ്പിച്ചു. ഒന്നും കൂടെ ഒക്കെ കട്ടയിപ്പിച്ചു. കേക്ക് കണ്ടോ, രണ്ടാമത് തിരിയൊക്കെ ഊതുവാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് ഞാൻ ഓർത്തത്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഓർത്തത് അയ്യോ ക്യാൻഡിൽ ഒന്നും ഊതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഭാര്യ ഗിഫ്റ്റ് കൊടുക്കുവാണ്. വലിയൊരു ഹ്യൂജ് ഗിഫ്റ്റ് തന്നെ കിട്ടി. കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡ്രസ്സും ഷൂവും കാര്യങ്ങളും. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷൂ, ഡ്രസ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വകയായിരുന്നു ഡെക്കറേഷൻ കാര്യങ്ങൾ. ഞങ്ങളൊരു റെഡും ബ്ലാക്കും സിൽവർ ആ ഒരു തീമിലാണ് ചെയ്തത്. അതായത് ക്രിസ്മസിനോടനുബന്ധിച്ചായിരുന്നു ആളുടെ ബർത്ത്ഡേ വന്നത് ആളുടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തത്, കാരണം കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഞങ്ങൾ അഞ്ജിത കൊടുക്കുന്ന ഗിഫ്റ്റ് അത് ഞങ്ങളുടെ വകയാണ്. അബ്സല്യൂട്ടിന്റെ ഒരു ചിന്ന എന്താ പറയാ വോഡ്കയുടെ ഒരു ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു. അത് ആൾക്ക് കൊടുത്തു. അതെന്റെ ഹസ്ബൻഡിന്റെ വകയാണ്. അതുപോലെ തന്നെ ഞങ്ങള് ഷാമ്പയിൻ ബോട്ടിലിന്റെ ക്യാൻഡിൽസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അതൊക്കെ ഒരു വെറൈറ്റി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ കുന്തം വിഴുങ്ങി വായിട്ട് നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ആൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്, അതെല്ലാം കാണുക. ആളുടെ വയസ്സൊക്കെ വെച്ചിട്ട് പറഞ്ഞു ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇതൊക്കെ വെച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ.